ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സപ്ലൈ സൈഡ് പോളിസിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് മാക്രോ എക്കണോമിക് പോളിസിയിലെ ഒരു മെയിൻ പോളിസി ഒന്നുമില്ല. ഇത് നമ്മൾ മെയിൻലി പോളിസീസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ച മോണിറ്ററി പോളിസി, ഫിസ്ക്കൽ പോളിസിയാണ്. ഇത് വേറൊരു ചെറിയ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ സപ്ലൈ സൈഡ് പോളിസി ഇത്രയേ ഉള്ളൂ. ഇതിൽ നമ്മൾ എയിം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു എക്കണോമിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു എക്കണോമിക് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നോട്ട് ജസ്റ്റ് മറ്റേ എന്തായിരുന്നു ഡിമാൻഡിനെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു മറ്റേതൊക്കെ. ഇത് മോണിറ്ററി പോളിസി ആയാലും ഫിസ്ക്കൽ പോളിസി ആയാലും ഡിമാൻഡ് കൂട്ടണം എന്നുള്ളതാണ്. മോണിറ്ററി പോളിസി പറയുന്നത് മണി സപ്ലൈ കൂട്ടിയിട്ട് ഡിമാൻഡ് കൂട്ടണം, അല്ലെങ്കിൽ ഡിമാൻഡിനെ കൺട്രോൾ ചെയ്യണം. പിന്നെ അടുത്തത് ഗവൺമെന്റ് സ്പെൻഡിങ്ങും ടാക്സേഷനും കൺട്രോൾ ചെയ്തിട്ട് ഡിമാൻഡ്, എക്കണോമിയിലുള്ള ഡിമാൻഡ്, എങ്കിൽ ആളുകളുടെ അടുത്ത് പൈസയും ആളുകളുടെ അടുത്തുള്ള ഇൻകം ഒക്കെ വെച്ചിട്ട് ഡിമാൻഡ് ത്രൂ എക്കണോമിനെ കൺട്രോൾ ചെയ്യണം എന്ന് പറയുന്ന ഒരു ഒരു അപ്രോച്ച് ആണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡിമാൻഡ് സൈഡ് എക്കണോമിക്സ് ആണ്. ഇത് പറയുന്നത് സപ്ലൈ ആണ്. സപ്ലൈ എന്ന് പറയുമ്പോൾ ആ എക്കണോമിയുടെ ഒരു ഔട്ട്പുട്ട് കപ്പാസിറ്റി, ആ എക്കണോമിയിൽ ഗുഡ്സ് ആൻഡ് സർവീസ് എത്രത്തോളം സപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്, അതിനെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ടാണ് എക്കണോമിനെ കൺട്രോൾ ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു അപ്രോച്ച് ആണ് സപ്ലൈ സൈഡ് എക്കണോമിക്സ് പറയുന്നത്. അപ്പൊ ഒരു എക്കണോമിനെ ബൂസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സപ്ലൈ ചെയ്യുന്നത് ആരാണ്? സപ്ലൈ ചെയ്യുന്നത് ബിസിനസ്സുകളാണ്. ഇങ്ങനെയുള്ള ആ ഒരു എക്കണോമിയിലുള്ള പ്രൈവറ്റ് ബിസിനസ് ആണ്. ആ ബിസിനസ്സുകൾക്ക് ഫേവറബിൾ കണ്ടീഷൻസ് ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റി ഫ്ലറിഷ് ആകും. ബിസിനസ് ആക്ടിവിറ്റി ഫ്ലറിഷ് ആവുന്നതിലൂടെ ഒരുപാട് ഔട്ട്പുട്ട്സ് ഉണ്ടാകും, സപ്ലൈ കൂടും. അങ്ങനെ സപ്ലൈ കൂടുമ്പോൾ എക്കണോമിയുടെ ഡിമാൻഡ് മീറ്റ് ചെയ്യാനുള്ള എബിലിറ്റി കൂടും. അങ്ങനെ കൂടുമ്പോഴാണ് എക്കണോമി ബൂസ്റ്റ് ആവുന്നത് എന്ന് പറയുന്ന ഒരു അപ്രോച്ചാണ് സപ്ലൈ സൈഡ് പോളിസി പറയുന്നത്. അപ്പോൾ ഇവിടെ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ബിസിനസ്സുകൾക്ക് ഫേവറബിൾ കണ്ടീഷൻസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഇവർ ചെയ്യുക? ഇവർ പറയുന്നത് ബിസിനസ്സുകൾക്ക് ഫേവറബിൾ കണ്ടീഷൻ ഉണ്ടാക്കാൻ, ബിസിനസ്സുകളുടെ ഔട്ട്പുട്ട് കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് ബിസിനസ്സുകളുടെ അടുത്ത് കളക്ട് ചെയ്യുന്ന കോർപ്പറേഷൻ ടാക്സ് അത് കുറവ് കളക്ട് ചെയ്യാം. അപ്പൊ സപ്ലൈ സൈഡ് പോളിസിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? കുറഞ്ഞ ടാക്സ് റേറ്റ് കളക്ട് ചെയ്യുക, കുറഞ്ഞ ടാക്സേഷൻ കളക്ട് ചെയ്യുക. അപ്പൊ ബിസിനസ് ഗ്രോ ചെയ്യും. പിന്നെ ഇൻഫ്ലേഷന്റെ കേസ് പറയുമ്പോൾ സ്റ്റേബിൾ ആൻഡ് ലോ ഇൻഫ്ലേഷൻ ആണ് ഇവർക്ക് വേണ്ടത്. ഓക്കെ, സ്റ്റേബിൾ ആൻഡ് ലോ ഇൻഫ്ലേഷൻ ആണ് എക്കണോമിയിൽ ഉണ്ടാവുന്നത്. ഹൈ ഇൻഫ്ലേഷൻ ആയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഇവരും പ്രൈസ് കൂട്ടേണ്ടി വരും, ഇവർക്ക് കിട്ടുന്ന സാധനങ്ങളൊക്കെ പ്രൈസ് കൂടും. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബിസിനസ്സുകൾക്ക് സ്മൂത്ത് ആയിട്ട് നല്ല രീതിയിൽ ഔട്ട്പുട്ട് ഉണ്ടാക്കി പോകണം എന്നുണ്ടെങ്കിൽ എന്താണ്, ഇൻഫ്ലേഷൻ കുറവായിരിക്കണം. ഓക്കെ, പിന്നെ അടുത്ത് ഗവൺമെന്റ് സ്പെൻഡിങ്ങും കുറയണം. ഗവൺമെന്റ് സ്പെൻഡിങ് കുറയ്ക്കണം എന്ന് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഗവൺമെന്റ് സ്പെൻഡിങ് കൂടുതലാണെങ്കിൽ, ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന സ്പെൻഡിങ് കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഗവൺമെന്റിന്റെ സ്പെൻഡിങ് കൂടുന്ന സമയത്ത് എക്കണോമിയിൽ എന്തുണ്ടാകും? ഡിമാൻഡ് കൂടുതലായിരിക്കും. ഡിമാൻഡ് കൂടുതലാണെങ്കിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകാൻ പറ്റില്ല, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഇൻഫ്ലേഷൻ കൂടും. അപ്പൊ അതുകൊണ്ടാണ് ഗവൺമെന്റ് സ്പെൻഡിങ്ങിന്റെ കാര്യത്തിൽ പറയുമ്പോൾ സപ്ലൈ സൈഡിൽ പറയുന്നതാണ് ഗവൺമെന്റ് സ്പെൻഡിങ്ങും കുറയണം എന്നാണ്. അപ്പൊ ഗവൺമെന്റ് സ്പെൻഡിങ്ങും ടാക്സേഷനെ കുറിച്ച് രണ്ടിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇത് രണ്ടും ഏത് പോളിസിയാണ്? ഫിസ്ക്കൽ പോളിസിയാണ്. ഫിസ്ക്കൽ പോളിസിയിൽ പറയുന്നത് എന്താണ്? ടാക്സും കുറയ്ക്കണം, ഗവൺമെന്റ് സ്പെൻഡിങ് കുറയ്ക്കണം. അപ്പൊ ഫിസ്ക്കൽ പോളിസിയിൽ പറയുമ്പോൾ ഒരിക്കലും അത് ബഡ്ജറ്റ് സർപ്ലസോ ഡെഫിസിറ്റോ ഉണ്ടാവരുത്. എന്താണ്, ബാലൻസ്ഡ് ആയിരിക്കണം എന്നാണ് അപ്പോൾ സപ്ലൈ സൈഡ് പോളിസി പറയുമ്പോൾ ഒരിക്കലും ഇതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നല്ല. സപ്ലൈ സൈഡിലെ കുറച്ച് കാര്യങ്ങൾ പറയുന്ന സമയത്ത് അത് ഫിസ്ക്കൽ പോളിസി ആയിട്ട് കണക്റ്റഡ് ആകും, അത് മോണിറ്ററി പോളിസിക്ക് ആയിട്ട് കണക്ട് ആവുന്നുണ്ടാവും പല രീതിയിലും. ഇവിടെ ഇപ്പൊ നമ്മൾ ഫിസ്ക്കൽ പോളിസി ആയിട്ട് എങ്ങനെ കണക്ട് ആവുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഫിസ്ക്കൽ ബഡ്ജറ്റ്സ് എന്താകണം? ബാലൻസ്ഡ് ആവണം. ഫിസ്ക്കൽ പോളിസിയിൽ ബാലൻസ്ഡ് ആയിരിക്കണം. ബഡ്ജറ്റ് സർപ്ലസോ ഡെഫിസിറ്റോ അല്ല, ബാലൻസ്ഡ് ആയിരിക്കണം. പിന്നെ കമ്പനീസിന് മോർ ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ട് ഡീറെഗുലേഷൻസ് പറയുമ്പോൾ ഇവർക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള റെഗുലേഷൻസ് ഉണ്ടല്ലോ, ഇവരിങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നത്. ആ റെഗുലേഷൻസ് ഒക്കെ ഒന്ന് ഫ്രീ ആക്കി കൊടുക്കുക. അങ്ങനെ ഫ്രീ ആക്കി കൊടുക്കുന്ന സമയത്ത് എന്താണ്, ആ ബിസിനസ്സുകൾ ഒന്നും കൂടെ എംപവർ ആകും. പിന്നെ ട്രേഡ് യൂണിയൻസ് ഉണ്ട്, എംപ്ലോയീസിന്റെ ട്രേഡ് യൂണിയൻസ് ഉണ്ട്. അവരൊക്കെ ത്രൂ എന്താണ്, അവരുടെ അടുത്തൊക്കെയുള്ള പവർ കൂടുതലാണെന്നുണ്ടെങ്കിൽ ബിസിനസ്സുകളുടെ ഒരുപാട് ഔട്ട്പുട്ട്സ് ഒന്നും അവർക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. എംപ്ലോയീസിന്റെ ട്രേഡ് യൂണിയനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യും. അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ ഭയങ്കര പവറുള്ള ട്രേഡ് യൂണിയൻസ് ഉള്ള ഒരു എക്കണോമി ആണെന്നുണ്ടെങ്കിൽ അവരുടെ പവറൊക്കെ കുറച്ചു കൊടുക്കാം. ബിസിനസ്സുകളൊന്നും കൂടെ എന്താ അവരുടെ ഔട്ട്പുട്ട് കൂട്ടാൻ പറ്റും. പിന്നെ എഡ്യൂക്കേഷൻ ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ നല്ല എഡ്യൂക്കേഷൻ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫോഴ്സ് ഒക്കെ നല്ല സ്കിൽഡ് ആയിരിക്കും. സ്കിൽഡ് വർക്ക് ഫോഴ്സിന്റെ ഔട്ട്പുട്ട് കൂടുതലായിരിക്കും, സപ്ലൈ കൂടും.
പിന്നെ നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായി കൊടുക്കുക ബിസിനസ്സുകൾക്ക്. വന്നിട്ട് ബിസിനസ് ചെയ്യാനുള്ളതും അതിന്റെ കണ്ടീഷൻസ് ഒക്കെ ആയിട്ട് നല്ല ബിസിനസ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് കൊണ്ടുകൊടുക്കുക. അപ്പൊ ലൈക്ക് ബിസിനസ് പാർക്സ്, IT ഒക്കെ ഒരുപാട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബിസിനസ് പാർക്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇനി നല്ല പ്ലാനിങ് റെഗുലേഷൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയ ബിസിനസ് ഒക്കെ വന്നിട്ട് വരുന്ന സമയത്ത് അവർക്കുള്ള റെഗുലേഷൻസ് ഒക്കെ ഒന്നുകൂടെ ഫ്രീ ആക്കി കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മെയിൻലി പറയേണ്ടത്. സപ്ലൈ സൈഡ് പോളിസിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു എക്കണോമിയിലെ സപ്ലൈ കൂട്ടിയിട്ട് എക്കണോമിനെ കൺട്രോൾ ചെയ്യാം എന്ന് പറയുന്ന ഒരു അപ്രോച്ചാണ് സപ്ലൈ സൈഡ് പോളിസി എന്ന് പറയുന്നത്. ഇനി സപ്ലൈ സൈഡ് പോളിസിയും ഫിസിക്കൽ പോളിസിയും തമ്മിലുള്ള കണക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. സപ്ലൈ സൈഡ് പോളിസി വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ എക്കണോമി സ്റ്റേബിൾ ആവണം ഇൻ ദ സെൻസ് ഫിസിക്കൽ പോളിസി അത് ബാലൻസ്ഡ് ആയിരിക്കണം. ഫിസിക്കൽ ബഡ്ജറ്റ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ പോളിസി ബാലൻസ്ഡ് ആയിരിക്കണം. ഫിസിക്കൽ പോളിസിയിൽ സർപ്ലസ് ഉണ്ട്, ഡെഫിസിറ്റ് ഉണ്ട്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് ബാലൻസ്ഡ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത് ഡെഫിസിറ്റ് ആവാൻ പാടില്ല. സ്പെൻഡിങ്ങും ടാക്സ് എന്താവണം, മാച്ചിങ് ആവണം. സ്പെൻഡിങ്ങും ടാക്സും ഏകദേശം മാച്ചിങ് ആക്കണം. രണ്ടും കുറയ്ക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. എന്താ, ബിസിനസ്സുകൾക്ക് ടാക്സ് കൂടുതൽ കളക്ട് ചെയ്യാൻ പാടില്ല, ടാക്സ് കുറയ്ക്കണം. അതുപോലെ സ്പെൻഡിങ്ങും. അപ്പോൾ ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും, ടാക്സ് കുറവും. സ്പെൻഡിങ് കൂടുതലാണെങ്കിൽ ഡെഫിസിറ്റ് ആവാൻ പാടില്ല, അത് സർപ്ലസിൽ റൺ ചെയ്യണം. ഓക്കെ, അപ്പൊ സ്പെൻഡിങ്ങും കുറയ്ക്കണം. ടാക്സ് കുറയ്ക്കുന്ന പോലെ തന്നെ സ്പെൻഡിങ്ങും കുറയ്ക്കേണ്ടി വരും. അപ്പോൾ ഫിസിക്കൽ പോളിസി ആയിട്ടുള്ള സപ്ലൈ സൈഡ് പോളിസിയുടെ കണക്ഷൻ ആണ് ഇവിടെ പറഞ്ഞത്. ഇനി മോണിറ്ററി പോളിസി ആയിട്ട് കണ്ടിട്ടുണ്ട്. മോണിറ്ററി പോളിസിയാണ് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നത്. മണി സപ്ലൈ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ട് ഇൻഫ്ലേഷൻ എന്താവാൻ പാടില്ല, ഹൈ ആവാൻ പാടില്ല, ഇൻഫ്ലേഷൻ ലോ ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് മോണിറ്ററി പോളിസി ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി സപ്ലൈ സൈഡ് അപ്രോച്ചിന്റെ കുറച്ച് പ്രോബ്ലംസ് എന്തൊക്കെയാന്ന് വെച്ചാൽ ടൈം ഡിലേസ് വരും. ടൈം ഡിലേസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പോളിസിയിൽ നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നു. ബിസിനസ്സുകളുടെ സപ്ലൈ കൂട്ടാൻ, പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പോളിസീസ് ത്രൂ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എക്കണോമിയിൽ ചെയ്യുന്നുണ്ട്. അത് ചെയ്ത് അതിന്റെ ഇമ്പാക്ട് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്താകും, സ്പോട്ടിൽ കിട്ടണമെന്നില്ല, ടൈം ഡിലേസ് വരും. ഇനി പ്രൈവറ്റ് സെക്ടറിനെയാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. പ്രൈവറ്റ് സെക്ടർ അടിപൊളിയായി കഴിഞ്ഞാൽ എന്താണ്, എക്കണോമി അടിപൊളിയാവുന്ന പറയുന്നത്. അവരുടെ പ്രൊഡക്ഷൻ കൂടുന്ന പറയുന്നത്. എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസും ആർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റൂല, പ്രൈവറ്റ് സെക്ടറിന് മാത്രം പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. പ്രൈവറ്റ് സെക്ടറിനെ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എക്കണോമിയുടെ ഫുൾ ഗുഡ്സ് ആൻഡ് സർവീസിന്റെ സപ്ലൈയും കൂട്ടാം എന്നുള്ള ആ ഒരു സംഭവം പറ്റില്ല. പല ഗുഡ്സ് ആൻഡ് സർവീസ് ആരാണ് ഉണ്ടാക്കുന്നത്, പബ്ലിക് സെക്ടർ ആയിരിക്കും, ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന പബ്ലിക് സെക്ടർ ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ സപ്ലൈ സൈഡ് പോളിസിയിൽ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള എക്സ്ചേഞ്ച് റേറ്റ് പോളിസിനെ കുറിച്ചിട്ടും കൂടെ പഠിക്കാം. ഓക്കെ.